السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, പി സ്കൂളിൻ്റെ ചെയർമാൻ, coordinator, respected teachers, my brothers and sisters. Really, it's a wonderful day for the students. In the academic year, students are waiting for this day. This is a very memorable time in their life. Actually, they are waiting for this day in the whole year when the annual day will come to show their talents. നമ്മുടെ കുട്ടികൾക്ക് അവർ കാത്തിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ആനുവൽ ഡേ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഒരുപക്ഷെ പഠനത്തിൽ ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് എടുത്ത ആള് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ഫസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഒരു കുട്ടിയുടെ അവൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരുപാട് കഴിവുകൾ അത് പുറത്ത് കൊണ്ടുവരുവാനുള്ള ഒരു അവസരമാണ് ആനുവൽ ഡേ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന സഅയക്കും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങൾ അത് വിഭിന്നമാണ്. ഓരോരുത്തരുടെയും കഴിവുകൾ വിഭിന്നമാണ്, ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വിഭിന്നമാണ്. കുട്ടികൾക്ക് പാടാനുള്ള കഴിവുകളുണ്ടാവും, പ്രസംഗിക്കാനുള്ള കഴിവുകളുണ്ടാവും, വിഷയങ്ങൾ നല്ലതുപോലെ അവതരിപ്പിക്കുവാനുള്ള കഴിവുകളുണ്ടാവും. അതിനെല്ലാം പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി പീസ് ക്രിയേറ്റീവ് സ്കൂൾ കുഞ്ചത്തൂർ, ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ രാത്രിയും പകലും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന സിൻസിയറായ ഡെഡിക്കേറ്റഡായ നമ്മുടെ ടീച്ചേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഞാൻ അവരെല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരു സ്കൂളിൽ വരണമെങ്കിൽ ആ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം, അവർക്ക് ആ സ്കൂളിൽ കിട്ടുന്ന സന്തോഷം അത് വളരെ വലുതാണ്. ഇന്നലെ പി സ്കൂൾ ഒസങ്കടിയിൽ ഇന്നലെ ആനുവൽ ഡേ പ്രോഗ്രാം നടന്നു. അതിൽ ഞങ്ങളവിടെ സംസാരിച്ചതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റാങ്ക് മാത്രമല്ല, ഒരു കുട്ടി 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 99-98% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യും? പ്രോത്സാഹനം, മൊമെൻറ്റോസ് കൊടുക്കും. ഞാൻ ഇന്നലെ മൊമെൻറ്റോസ് കൊടുക്കുന്ന സമയത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്നാൽ, സ്കൂളിൽ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും കുറവ് മാർക്ക് നേടിയ ഒരു കുട്ടിയാണ് ഏറ്റവും 100% അറ്റൻഡൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, കുട്ടിക്ക് എന്നും ക്ലാസ്സിൽ വരാനുള്ള ഒരു സന്തോഷം അവിടെ കിട്ടുന്നുണ്ട്. കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ, ഫസ്റ്റ് റാങ്ക് വരുന്നുണ്ടോ, എല്ലാത്തിലും ഫസ്റ്റാണ് എന്നുള്ളതല്ല, ഒരു അവറേജായ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ 100% അറ്റൻഡൻസ് ആണ്. ടീച്ചേഴ്സിന് പോലും ഇല്ല 100% റിസൾട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടി ആ സ്കൂളിൽ വരാൻ എന്നും താല്പര്യപ്പെടുന്നു.
അത് ആ സ്കൂളിൻ്റെ ആ ടീച്ചേഴ്സിൻ്റെ അവരുടെ കഴിവാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ നമ്മളെ വീട്ടിലും ഉണ്ടാക്കണം. കുട്ടികളെ നമ്മൾ സ്നേഹിക്കുവാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹനം നൽകുവാനും. ചില കുട്ടികൾക്ക് നല്ല ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവുകളുണ്ടാവും, ചില ആൾക്കാർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും. അതെല്ലാം പ്രോത്സാഹനം നൽകി അവരെ കഴിവുകളെ നമ്മുടെ സമൂഹത്തിന്, നമ്മളെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത വർഷം മുതൽ ഇവിടെ 7th സ്റ്റാൻഡേർഡ് ഉണ്ടാവും. പിന്നീട് അടുത്ത വർഷം 8th, 9th, 10th ഹൈസ്കൂൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാക്കളുടെ വലിയൊരു പ്രയാസമാണ് നമ്മുടെ 10th കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ ബോർഡർ കഴിഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കേണ്ട നല്ലവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിവിടെ ഇല്ല, അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ടതുണ്ട്. അതിനെല്ലാമുള്ള ഒരു പരിഹാരമായി ഇൻഷാ അല്ലാഹ് പി സ്കൂൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ നല്ല പ്രോജക്റ്റ് അവതരിപ്പിക്കും. ഇവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള ഇതുപോലെയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും നന്മ നേർന്നുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ആശംസകൾ നേർന്നു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.